ഇപ്പേ പൊന്തക്കാടാണ്. പൊന്തക്കാടിലേ മയിലിൻ്റെ മുട്ടയെന്നാ തോന്നുന്നു കേട്ടോ. അപ്പം ഇനി ഇവർ അടരിക്കാഞ്ഞിട്ടാണോ അതഞ്ഞ് ഒരെണ്ണം ഇട്ടിട്ട് ഇഞ്ഞ് പിന്നത്തെ ദിവസം ഇടാനുള്ളതാണോ എന്തോ അറിയില്ല. ഇത് വെറുതെ എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് ഇപ്പം കാട്ടപ്പോ വെള്ളമുള്ളടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ കോരി ഉണ്ടാവുമോ? പൊന്നാരൻ്റെ മള ഇത് എൻ്റെ പ്രാന്തിന് വരുന്ന മാറ്റണോ? ചോട്ടണ്ട ചോട്ടണ്ട ചോട്ടണ്ട. ബീട്രൂട്ട് ഞാൻ ഇതേപോലെ നമ്മളെ ബോക്സിൽ പകർന്ന് ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്. അപ്പം ഇതെന്തായാലും നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് മാറ്റി നടുകയാണ്. അപ്പം അത് മീൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാം. അത് ഇത് കഴിഞ്ഞിട്ട് പോയി വലകളൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് പോയി ബാക്കിയുള്ള വലകളൊക്കെ എടുത്തു. മീൻ നമുക്കൊരു 5 മിനിറ്റ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാം. പിന്നെ അടിച്ചെന്തായാലും ബീട്രൂട്ട് കാണാൻ നോക്കി. ഇതിപ്പോഴാ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് രാവിലെ പറ്റൂല. ഇത് നിക്കുന്ന എന്തായിരുന്നാലേ ഞങ്ങള് കുറച്ച് മീന് അപ്പൊ മഴയൊക്കെ പെയ്തിട്ടേ ചെറുതായിട്ടൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ആന്ധ്രൻ്റെ ഒരു പൊരിവിന് നമ്മളിവിടെ മീൻ എന്തേലും ഉണ്ടോന്ന് പോയേക്കട്ടെ. കൃഷിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നമ്മളാടാണ്ട് ഞങ്ങൾ മയിലുകളായിട്ട് തല്ല്. മയിലാണ് ഇപ്പോൾ നമ്മളാകെ പ്രശ്നം എന്ന് പറയാം. മയിലും തത്തിയാണ് ഇപ്പോൾ വലിയ പ്രശ്നം. വിത്തുകളൊക്കെ തൈകളൊക്കെ ചാവുമ്പോഴാണ്. എന്തായാലും നല്ല നമ്മളെ കുഞ്ഞണിയാക്കാൻ്റെ കൃഷികളാണ് കേട്ടോ. അത് ഇവരെ ഒരു വീഡിയോസ് നമ്മൾ ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ടാകും. കൂടുതൽ ഇതേ നമ്മളൊരു കുറച്ച് പഴക്കമുള്ളൊരു പൂളാണ്. ഇതൊന്ന് നമ്മൾ പറിച്ചോക്ക് നോക്കണം. ഉണ്ടോ വണ്ണം തരിയൊക്കെ ഉണ്ടോ? കൊല്ലം മറിഞ്ഞേക്കണോ ഒന്ന് നോക്കിയേക്കണം. അപ്പൊ എന്തായാലും നമ്മളിപ്പോ മീൻ പിടിച്ചിട്ടെ എന്നിട്ടാണല്ലോ. വേണ്ട ഊർജമായ ഒരാളെ നിന്ന് തിരിയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ അമ്മാണ്ടല്ലോ അത് അവിടെ തോന്നി ഒന്നിനാണ് കിട്ടി. എന്തായാലും നമുക്ക് ദാസിന്റെ അടുത്ത് കൊടുക്കാം. കടിച്ചു കൊടുക്കുക. ഇപ്പൊ എന്തായാലും വന്നതിന് കരുതലാണിത്. നടക്ക് ചാടി പോവാതിരിക്കുക. അതൊക്കെ വിടക്ക്. നമുക്ക് വേറെ കൂട്ടുക ഉണ്ടോ? അപ്പൊ നമ്മളെ കുഞ്ഞണിയാക്കാന്റെ ചേമ്പാണ്ടോ? ചേമ്പൊക്കെ പറയുക ഏകദേശമൊക്കെ തീർന്നിക്കണോ. കുറച്ചൊക്കെ അവിടെ വൃത്തിന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വാ. എന്തായാലും ഇതിന്റെ പിന്നാലെ കുറച്ചൊക്കെ നിൽക്കട്ടെ. എവിടുക്ക പോട് കുട്ടിയേ? ചെരുപ്പിടാന്നില്ല കാലുമ്മ എന്തെങ്കിലും. ഇതിലൊരു തേങ്ങയില്ല. വെറുതെ നമ്മൾ ഇതിന് സമയം കളയുന്നതല്ലാതെ. നിങ്ങളെ ഇല്ലാത്ത മീനിനെ പിടിച്ച് സമയം കളയണേ ഞാൻ പോകട്ടില്ലേ? നേരെ കോരിച്ച് നമുക്ക് പിന്നെ സമയം നിറച്ച് മീനുകൾ. മാറ്റം
മഴക്കാലം ഇത് മഴത്തെ വെള്ളമൊക്കെ ഇത് തോന്നില്ലേ. അപ്പൊ ഇനി വല്ല പാമ്പും ചേമ്പും എന്തെങ്കിലും കയറിയുണ്ടാവും. ഇത് നേരെ പിടിക്കുന്നാലും ഇത് പോരാൻ പറ്റുള്ളൂ. ഇത് ചെറിയ ചാലെന്തേലും വേണ്ടേ? ഈ വെള്ളമുള്ളടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ കോരി ഉണ്ടാവുമോ? പൊന്നാരന്റെ മള ഇത് എന്റെ പ്രാന്തിന് വരുന്നതാണ്. അമർ കയറിപ്പോന്നാ ഇനി മതി. അപ്പൊ നമുക്ക് പിന്നീട് നോക്കാം. ചെക്കജ് എവിടുക്കാ പൊന്തയില് എന്തേലും ഉണ്ടാവട്ടോ? പൊന്തയിലെന്തേലും ഉണ്ടാവട്ടോ. പിന്നെ പറഞ്ഞു ഇവിടെ പോരാ, അവിടെ ഒന്നും മീൻ ഉണ്ടാവൂല. ആ മിറുവോ ഇപ്പൊ പോണൂട്ടോ. ആ എന്താണ് കേട്ടോ സിക്കറാക്ക, എന്താണ് അവിടെ? കൊറേ കാലത്തെ ഒരു കാത്തിരിപ്പാണ്. എന്തിന്റെ ആയാലും മഴ മിക്കവാറും മയിലിന്റെ ആവാനാണ് സാധ്യത. കാരണം ഇപ്പോഴേ കൊറേ മഴ ഉണ്ടാവുന്നില്ല. ഇപ്പൊ മഴ പെയ്തപ്പോ വെള്ളമായപ്പോഴേ വരുന്നില്ല എന്നാ തോന്നുന്നു കേട്ടോ. അപ്പൊ എന്തുണ്ടായിക്കണെന്ന് അറിയില്ല. എന്തിന്റെ ആണോട്ടില്ലേ? എന്തായാലും നമുക്കിപ്പോ 2 ദിവസം വെയിറ്റ് ചെയ്യാം, അവിടെ വെച്ചുകൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നറിയാം, നമ്മളെ കോഴികൾക്ക് വെച്ചുകൊടുക്കാം. ആരെയും കൊണ്ടുപോകേണ്ടി തന്നെ കൊണ്ടേക്കോട്ടെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് ഞാൻ ഇവിടെ നിൽക്കുമെന്നാവോ. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ വെച്ചു. അവിടെ അപ്പുറത്തുണ്ടോക്കി നോക്കി ഇവിടെ പൊന്തയൊന്നും കാണാനില്ല. നമുക്കൊന്നും ചെയ്യണ്ട. 2 ദിവസം വെയിറ്റ് ചെയ്തിട്ടേ നോക്കാം. നമുക്ക് വലതവിടെ ആ വല എടുത്താൽ പോവാം. നമുക്ക് അവിടെ നിന്ന് 4 മീനെ പിടിച്ചിട്ട് പോവാം. ഇപ്പേ പൊന്തക്കാടാണ്. പൊന്തക്കാടിലേ മയിലിന്റെ മുട്ടയെന്നാ തോന്നുന്നു കേട്ടോ. ഏതായാലും അവിടെ നിക്കട്ടെ. ഉണ്ടോ ഇവിടെ വെള്ളമായപ്പോൾ ഇതിനൊക്കെ നിറച്ച് വെള്ളമായല്ലോ. അപ്പം ഇനി ഇവര് അടരിക്കാഞ്ഞിട്ടാണോ അതഞ്ഞ് ഒരെണ്ണം ഇട്ടിട്ട് ഇഞ്ഞ് പിന്നത്തെ ദിവസം ഇടാനുള്ളതാണോ എന്തോ അറിയില്ല. എന്തായാലും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കട്ടെ. നിറച്ച് പൊന്തയാണ് ഉണ്ടോ. ഇവിടെ നമ്മൾ ഈ മയിലുകളായിട്ട് നമ്മൾ ചടച്ചേർന്നു. നമ്മളെ കൃഷിക്ക് കണ്ടോ മൊത്തം വെറുതെക്കണ് കയറി വരും. ഇതിൻ്റെ ഇടയിലായിട്ട് കുട്ടികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തിൻ്റെ മുട്ടയാണെന്ന് അറിയില്ല, നമ്മൾ ഊഹാപോഹാണ്. ഇപ്പോൾ വലിയൊരു മുട്ട കാണുമ്പോൾ മയിലിൻ്റെ ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഏതായാലും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ 2 ദിവസം ഒന്നും വന്നിട്ടൊന്നും ഇരിക്കണില്ല, അടയിൽ ഇരിക്കണില്ല എന്ന് തോന്നുകയാണെന്നുവെച്ചെങ്കിൽ നമുക്കെന്തായാലും എടുത്തിട്ടേ കോഴിക്ക് വെച്ചു കൊടുക്കാം. മുട്ട നാശമാവില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ ഉണ്ടോ, ഇപ്പോൾ മഴ പെയ്തപ്പോഴേ വെള്ളമായി. നമ്മൾ ആന്ധ്ര അവിടെ മീണ്ട് പറഞ്ഞിട്ടാണ് നേരെ നമ്മളെ കൊണ്ടുവരുന്നത്. അവിടുന്നപ്പോൾ ഒരു കരുതെല്ലാം കിട്ടിയിരിക്കണം. ഇത് ലാസ്റ്റ് പുട്ടാട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു. ഇതിൽ കിട്ടിയാലും വേണ്ട പോയാലും വേണ്ട. ഒന്നാമത് പാക്കാട് ഒരുപാട് പണിയാണ്. ഇതൊക്കെ ഒഴിവിന് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. അവസാനം ഒരു കാക്കാപ്പറ കിട്ടിയിരുന്നു. പോരാ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. ചെരുപ്പ് എടുത്താലും വേണ്ട, കല്ലെടുത്താലും വേണ്ട. അത് കണ്ണൻകുട്ടിയാണ്, കൈതലക്കുട്ടിയാണ്. ഏതായാലും ഓരോ ദിവസം ഓരോന്നായിട്ട് കിട്ടിയിട്ടേ അവിടെ ഇപ്പൊ 5-6 ചരിതലുണ്ട് ഉണ്ടോ. ഇനി എന്തായാലും മതി. ഇനി പോവില്ല, പിന്നെ നോക്കാം. അത് നടക്ക് എന്താ ചെരുപ്പ് എടുക്കട്ടെ. കണ്ണൻകുട്ടീനെ കണ്ണൻകുട്ടീനെ
അപ്പൊ എന്നിട്ട് വച്ചിട്ട് പിടിക്കണ്ട ആവശ്യമല്ല. ചാരും നാലുണ്ട്. 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് മാറ്റണം. അവിടെ ഒന്ന് മാറ്റണോ? ചോട്ടണ്ട. അപ്പൊ ഇവിടെ ഉണ്ട് നമ്മളെ മീനുകള്. ഇതിപ്പോ നമ്മളെ കടയിൽ നിന്ന് മേടിച്ചോടുന്നതാണ്. ഇതുണ്ടോ 2 എണ്ണത്തിന്. പിന്നെ ഇതാ നമ്മളെ എന്താ പറയുക, ഇതിന് നിറച്ച് പരലുകളാണ്. ആ കണ്ണൻകുട്ടികൾ ഇതിനാണ് ബ്രോ. കണ്ണൻകുട്ടികള് പറ്റില്ല. ഇതിലാണ് ഇപ്പൊ നമ്മളെ നാടൻ വരാലിന്റെ കുട്ടികളും ഗപ്പികളിയും പാടെ പെട്ടു. ഗപ്പി ഇതില് ആയില്ല. ഗപ്പിയുടെ ഉള്ളില. അത് ഓരോ ദിവസം ഓരോന്ന് മാറും. അങ്ങനെ കുഴപ്പമുണ്ട് ഇവിടെ. അപ്പൊ ഒന്നും കണ്ണൻകുട്ടിനെ കിട്ടിയിട്ടുണ്ട്. അതിനും കൂടി ഒക്കെ ഇടുന്നുണ്ട്. അടക്കട്ടെ.